കേസ്. അപ്പോൾ നമ്മളൊന്നൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക, ഒരു തിരാമിസു, കുനാഫ തിരാമിസു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിൽ വിപ്പിംഗ് ക്രീം ഉള്ളവർക്ക് ഇത് വിപ്പിംഗ് ക്രീം കൊണ്ട് ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു 3 കോഴിമുട്ടയുടെ മഞ്ഞല്ലാതെ വെള്ളം മാത്രം എടുക്കുക. ഇത് വെള്ളം മാത്രം എടുക്കട്ടെ, മഞ്ഞ എടുക്കരുത്. മഞ്ഞ കുറച്ച് ആയെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനാവൊന്നും വേണ്ട. പരമാവധി വെള്ളം എടുക്കാൻ നോക്കുക. എടാ ഇതുപോലെ കിട്ടണം. നമുക്ക് ഇതുപോലെ ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലോണം പതപ്പിക്കുക. നമുക്കൊരു ആവശ്യത്തിന് പഞ്ചസാര എടുക്കുക. ഒരു 5 സ്പൂൺ പഞ്ചസാര എടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഉണ്ടെങ്കിൽ എത്ര വേണം അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് എടുക്കുക. പിന്നെ ഒരു 5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം സ്ലോയിൽ വെക്കുക. എന്നിട്ടൊരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് പാസ്സാക്കി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വീട്ടിലുണ്ടാക്കാം. ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. വെറുതെ പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു 3-4 കോഴിമുട്ട മതി. അത് നല്ലോണം പതപ്പിക്കുക. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റാക്കി കൊടുക്കുക. ടക്കടക്കട. അതേപോലെ പാനിൽ കുറച്ച് ബട്ടർ ഇടുക. നിങ്ങൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ബട്ടറും ഗീ ഉണ്ടെങ്കിൽ നല്ലൊരു വാസനയൊക്കെ ഉണ്ടാവും. ബട്ടർ നല്ലത് മെൽറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് സേമിയ ഉണ്ടാവും. സേമിയ കുറച്ച് ലോങ് ആണ്, നമ്മൾ പൊടിക്കുക. ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഈ ബട്ടറിലൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുക. 2 സ്പൂൺ മാത്രം മതി. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പെട്ടെന്ന് മിക്സ് ആവും. നിങ്ങൾ പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പാൽ വെച്ചെടുക്കുക. കുറച്ച് പാൽ ഇട്ടാൽ ഒന്ന് നനയാൻ മാത്രം, അധികം ഇടരുത്. നല്ല ഭാഗത്ത് നനയാൻ മാത്രം കുറച്ച് പാൽ വെച്ചെടുക്കുക. നിങ്ങൾ പാലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചാൽ കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. പിന്നെ പാലൊക്കെ ആവശ്യത്തിനുള്ളതുകൊണ്ട് നമ്മൾ പാൽ ഒഴിച്ചത് മാത്രമേ ഉള്ളൂ. ഒന്നൊന്ന് കൂളാൻ മാത്രം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബദാം കട്ട് ചെയ്യാം. മുകളിൽ അലങ്കരിക്കാൻ മാത്രം. പാത്രം എടുക്കുക. ഇങ്ങനത്തെ പാത്രം എടുത്താൽ കുഴപ്പമില്ല. ഡെയിലി പാത്രം എടുത്ത് മാത്രം. അപ്പം നമുക്ക് കുറച്ച് നമ്മളെ വിപ്പിംഗ് ക്രീം ആദ്യം ആഡ് ചെയ്തെടുക്കാം. കുറച്ച് നല്ല എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. വണ്ടി ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സേമിയ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ക്രീം മുകളിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കൊന്നും ആവട്ടെ. ഇതൊക്കെ നിങ്ങളെ വീട്ടിലുള്ള സാധനം കേട്ടോ. ഒന്ന് ഉണ്ടാക്കിക്കോളി വെറുതെ ഇരിക്കുമ്പോൾ. വെറുതെ ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ടൊരു കാര്യമല്ല. തല കടയെന്നല്ല എന്തൊരു പേരല്ല. അടുത്തത് നമ്മൾ ഇതേപോലെ വീണ്ടും സേമിയ ഇതേപോലെ ഇടുക. നമ്മൾ വീണ്ടും നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കുക. ടാപ്പ് ചെയ്യുക. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമിന് മുകളിൽ എടുക്കാം. ഇതാ
ഇതിൽ കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ഇത് ഇട്ട് കൊടുക്കുക. ഇപ്പോഴും സമയത്ത് നിങ്ങൾ അതുപോലെ എന്താ പറയുക, ഒന്ന് അരിച്ചിട്ട് കൊടുക്കണ്ട കൊക്കോ പൗഡർ ചെറിയ അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് കട്ടൊക്കെ ഒഴിവായി കിട്ടും. നമുക്ക് സമയമില്ലാതെ ഇട്ടാണ് ഇതാണ് സംഭവം. എന്നിട്ട് ഏകദേശം നിങ്ങളൊരു അരമണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാണ്ടല്ലോ സെറ്റ്. ഗേസ് അപ്പോൾ നമ്മളെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. നമ്മളെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് കഴിക്കാം. സേമിയോ എല്ലാം അടിയിൽ നിന്ന് എടുക്കാം കേട്ടോ. ആ കാഴുമനുണ്ടല്ലോ. ബിസ്മില്ലാ. കൊക്കോ പൗഡർ ചെറിയ ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഒന്നും പറയാനില്ല. സൂപ്പർ ടേസ്റ്റ്. അടിപൊളി സംഭവം.